ഹായ്, തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചിട്ട് മിസ്സായി പോയ മറ്റൊരു പടമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാൻ ജീവിന്തിൻ്റെ പടം. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ പടം കണ്ടിട്ടുണ്ടാകും. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള വളരെ ചെറിയ ഒരു ഫീൽ ഗുഡ് മൂവി. ശരിക്കും തമിഴ് സിനിമയിലൊക്കെ ഇങ്ങനൊരു സിനിമ സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. കാരണം അവരെത്ര ഫീൽ ഗുഡ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ടിപ്പിക്കൽ തമിഴ് പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി വരും. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ടിപ്പിക്കൽ ഫീൽ ഗുഡ് തമിഴ് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഈ സിനിമ കുറച്ചുകൂടി കുറച്ചുകൂടി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൊറിയൻ പടത്തിലും അതുപോലെ തന്നെ തുർക്കി സിനിമ, അതുപോലെ തന്നെ ഇറാൻ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, ഫീൽ ഗുഡ് എന്ന് വെച്ചാൽ അതിൻ്റെ സിറ്റുവേഷൻ, പ്ലോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും. പക്ഷേ അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കഥാപാത്രങ്ങൾ ആ സിറ്റുവേഷനോട് പ്രതികരിക്കുന്ന രീതി, സിനിമ ആ ഡയറക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ആ ടെൻഷൻ ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷെ കഥ നിൽക്കുന്നത് വളരെയധികം ടെൻഷനുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിലായിരിക്കും. ഈ പടത്തിന്റെ പ്ലോട്ടും ഏകദേശം അങ്ങനെ തന്നെയാണ്. ശ്രീലങ്കയിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു തമിഴ് ഫാമിലിയുടെ കഥയാണ് ഇതിൽ ഡയറക്ടർ പറയുന്നത്. അവർ പിന്നെ തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈയിൽ അവരുടെ ഫാമിലി ഒന്ന് സെറ്റിലാക്കി എടുക്കാൻ വേണ്ടി നടത്തുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരാണ്. ഓൾറെഡി അവർക്ക് ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാലോ, തമിഴ്നാട്ടുകാർക്ക്, അല്ലെങ്കിൽ തമിഴന്മാർക്ക് ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നാണ് അവർ തമിഴ്നാട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതായത് കടൽ മാർഗം വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇവിടെയുള്ള നാട്ടുകാർ അവരെ കണ്ടുപിടിച്ചാലോ എന്നുള്ളൊരു പേടി, ഈ നാട്ടുകാർക്കിടയിൽ മിങ്കിളാവണം. പിന്നെ ഇവരുടെ ഭാഷ, അതായത് ശ്രീലങ്കയിൽ തമിഴ് ഭാഷയും തമിഴ്നാട്ടിലെ തമിഴ് ഭാഷയും കേട്ട് കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് അത് മനസ്സിലാവും. കാരണം രണ്ട് സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സോ അതിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു ദുരന്തമായിട്ടോ അല്ലെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം നടക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള രീതിയിലല്ല. ലൈഫിന് എത്രത്തോളം പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അത്രയും പോസിറ്റീവായിട്ടാണ് ഡയറക്ടർ ഈ ഒരു പ്ലോട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് കാണുമ്പോൾ തന്നെ വല്ലാതൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും. പിന്നെ എനിക്കിതിൽ ആകെ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം ഈ നമ്മുടെ ശശികുമാർ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ അഭിനയം മാത്രമാണ്. എനിക്ക് പേഴ്സണലി അയാളുടെ അഭിനയം അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം എന്തോ ചില കുഴപ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാകും. എന്നാൽ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ സിമ്രാൻ്റെ അഭിനയം കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ മക്കളായിട്ട് അഭിനയിച്ചിട്ടില്ല 2 കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മിഥുനാണ് ആവേശത്തിലൊക്കെ ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഞാൻ പറഞ്ഞത്, അവൻ കിടിലമായിരുന്നു കേട്ടോ. കാരണം ആ കഥാപാത്രം എപ്പോൾ എങ്ങനെ പ്രതികരിക്കും, എന്ത് പറയും, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈവൻ സ്കൂളിലേക്ക് ലിഫ്റ്റ് വെച്ച് പോകുന്ന സീനൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ആ പാട്ടിൽ ഡാൻസ് കളിക്കുന്ന സീൻ നമ്മളെല്ലാവരും മറ്റേ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ആ സിനിമയിൽ കാണുന്ന സമയത്ത്, സിനിമയിലല്ല, അത് അല്ലാതെ കണ്ടു കഴിഞ്ഞാലും അടിപൊളിയാണ്. പക്ഷെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു വളരെ ടെൻഷനുള്ള ഒരു സമയത്ത് പോലും എങ്ങനെ അതിനെ കുറച്ചുകൂടി ലൈറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നാണ് ആ ഒരു കാറ്ററിൽ കൂടി നമ്മുടെ ഡയറക്ടർ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അവിടെ രമേശ് തിലക് എന്ന് പറയുന്ന ആക്ടർ അറിയാമല്ലോ, നമ്മുടെ കുമ്പളങ്ങി നൈറ്റിലെ തമിഴൻ വിജയൻ ചേട്ടനൊക്കെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ സാധാരണ നോർമലായിട്ടുള്ള അഭിനയം തന്നെയാണ്. പിന്നെ